എല്ലാവർക്കും നമസ്കാരം. ശ്രീ എസ് ജയചന്ദ്രൻ നായരുടെയും പേരിലുള്ള ആദ്യത്തെ പുരസ്കാരം ശ്രീ NRS ബാബുവിന് നൽകുന്ന വളരെ ഒരു വളരെ സവിശേഷമായ ഒരു ചടങ്ങാണിത്. എല്ലാ അർത്ഥത്തിലും എല്ലാം കൊണ്ടും തികഞ്ഞ ആ തീരുമാനമെടുത്തതിന് ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കട്ടെ, ഹാർദമായി അഭിനന്ദിക്കട്ടെ. 70കളിൽ അല്ലെങ്കിൽ 80കളിൽ പ്രായപൂർത്തി വന്ന ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനത്തിലും ചുറ്റിനും നടക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സംഭവങ്ങളിലുമൊക്കെ തൽപരരായ ഒരു തലമുറയ്ക്ക് വലിയ കടപ്പാടുള്ള രണ്ട് പേരാണ് ഇവർ, ജയചന്ദ്രൻ നായരും NRS ബാബുവും. ഒരർത്ഥത്തിൽ ഇരട്ടകളെ പോലെ ആ കാലഘട്ടത്തിൻ്റെ ചോദനയെ, ആ കാലഘട്ടത്തിൻ്റെ വീക്ഷണങ്ങളെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറയെ, രാഷ്ട്രീയവും സാംസ്കാരികവുമായ വീക്ഷണങ്ങളെ, സിനിമയെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിനെ, മാധ്യമപ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒക്കെ വാസ്തവത്തിൽ ഇവരെ പോലെ പ്രചോദിപ്പിച്ച, ഇവരെ പോലെ ഒരു മാതൃകയായ മറ്റാരെയും ആ കാലഘട്ടത്തിൽ കാണാൻ കഴിയില്ല. കലാകൗമുദി വാരികയുടെ ആവിർഭാവം ഒരു ചരിത്ര സംഭവം തന്നെ ആയിരുന്നു എന്നുള്ളത് അക്കാലത്ത് പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിൽ അത്ഭുതമില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഈ കേരളത്തിൻ്റെ ആ ചരിത്രം, പ്രത്യേകിച്ച് 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ആ 2-3 ദശാബ്ദങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വലിയ വലിയ സംഭവങ്ങളെ ഒരുപക്ഷെ ഇത്ര കൃത്യമായും ഒരുതരം പ്രവചന സ്വഭാവത്തോടെയും കൂടെ വിലയിരുത്തുകയും മറ്റുള്ളവർക്ക് അത് സംബന്ധിച്ച ഒരുപാട് അറിവുകൾ, പല തലങ്ങളിലുള്ള അറിവുകൾ പകർന്നു നൽകുകയും ചെയ്യാൻ കഴിഞ്ഞ ആ പ്രസിദ്ധീകരണത്തിൻ്റെ സൃഷ്ടാക്കൾ അവർ രണ്ടുപേരായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയ സാംസ്കാരിക വിഷയങ്ങളിലുള്ള ഉൾക്കാഴ്ചയും ധീരോദാത്തമായിട്ടുള്ള ജേർണലിസവും ഉൾക്കാഴ്ച പ്രകടിപ്പിക്കുകയും ആ ഉൾക്കാഴ്ച നിറഞ്ഞ ധീരമായ മാധ്യമപ്രവർത്തനം നടത്തുകയും ചെയ്തു എന്നുള്ളൊരു വശത്ത്, മറുവശത്ത് ഒരുപക്ഷെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, നേരത്തെ ദത്തൻ സാർ പറഞ്ഞ പോലെ കാട്ടുകള്ളന്മാരുടെ കഥ എല്ലാവർക്കും അറിയാം. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അതൊരു പുതിയ കാര്യമൊന്നുമല്ല. നമ്മൾ സ്വദേശാമനാമർഷയുടെ കാലം മുതൽ എടുത്താൽ തീർച്ചയായിട്ടും അതിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസവും ഇതുപോലെയുള്ള അർത്ഥപൂർണമായിട്ടുള്ളതും ഉത്തരവാദിത്വ ബോധമുള്ള പത്രപ്രവർത്തനത്തിൻ്റെയും ഒക്കെ ചരിത്രം നമുക്ക് വളരെ ദീർഘമായ ചരിത്രമാണ് അവിടെ നിന്ന് കാണാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ, അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമായാലും 70കളിൽ കഴിഞ്ഞ് 80കളുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, പ്രത്യേകിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിട്ട ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഇന്ത്യൻ ജേർണലിസത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടായത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ആ കാലഘട്ടത്തിന് ശേഷമുള്ളത് ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ ഒരു സുവർണകാലമാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഏതാണ്ട് ആ കാലഘട്ടത്തിലെ മലയാളത്തിൻ്റെ സംഭാവനയാണ് കലാകൗമുദി. എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയം മാത്രമല്ല, പറയാവുന്നതുപോലെ മലയാളത്തിലെ, കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് വളരെ ഒരുപക്ഷെ അതിൻ്റെ കട്ടിംഗ് എഡ്ജിൽ നിന്നിരുന്ന പ്രധാനപ്പെട്ട കൃതികളെല്ലാം, പ്രധാനപ്പെട്ട അതിൻ്റെ കർത്താക്കളെല്ലാം എല്ലാവരും കൃത്യമായി പ്രത്യക്ഷപ്പെട്ട പേജുകളായിരുന്നു കലാകൗമുദിയുടെ. കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ബഹുമതിയായിട്ട് തന്നെ എല്ലാ മലയാളി എഴുത്തുകാരെല്ലാം കരുതിയിരുന്നൊരു കാലമാണ്. 50കളിൽ നമുക്കറിയാം കെ ബാലകൃഷ്ണൻ്റെ
നമുക്ക് ഞങ്ങളുടെ മുമ്പുള്ള തലമുറയ്ക്ക് തീർച്ചയായിട്ടും അത് നേരിട്ട് പരിചയമുള്ളവരാണ്. ആ കെ ബാലകൃഷ്ണൻ്റെ ആ പാരമ്പര്യം ഒരു പക്ഷേ പിന്നീട് മലയാള പത്രപ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ സാംസ്കാരിക പത്രപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ തുടർന്നു വന്ന ഒരു മാഗസിൻ ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജശില്പികളിൽ തന്നെ ഇവർ രണ്ടുപേരും ഉൾപ്പെടുന്നു. കേരളത്തിലെ മാഗസിൻ ജേർണലിസ്റ്റിൻ്റെ ചരിത്രത്തിൽ പത്രാധിപന്മാർ വളരെ വളരെ പ്രാമാണികരായ പത്രാധിപന്മാരുണ്ട്. കെ ബാലകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു, എൻ വി കൃഷ്ണവാര്യർ, എം ടി വാസുദേവൻ നായർ എന്നുള്ള ആ ശൃംഖലയിലെ, ആ ഉജ്ജ്വലമായ ശൃംഖലയിലെ കണ്ണികളാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ ഇവരെ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ രാഷ്ട്രീയവും വളരെ ആധുനികമായിട്ടുള്ള ആ കാലഘട്ടത്തിൻ്റെ, ഒരുപക്ഷെ അവരെല്ലാവരും ആ കാലഘട്ടത്തിൻ്റെ തന്നെ സൃഷ്ടാക്കളുമാണ്. ആ 80കൾക്ക് ശേഷം വന്ന കേരളത്തിലെ എല്ലാ ചലനങ്ങളെയും, വളരെ നമുക്കറിയാവുന്ന പോലെ കേരളത്തിലും ഇന്ത്യയിലും വളരെ വിസ്ഫോടനകരമായിട്ടുള്ള മാറ്റങ്ങൾ നടന്ന ഒരു കാലമാണ്. സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെ 80കൾ. ആ കാലഘട്ടത്തെ ഏറ്റവും ഫലപ്രദമായി ഒപ്പിയെടുത്ത, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ വീക്ഷണങ്ങളെ കരിപിടിപ്പിക്കുകയൊക്കെ ചെയ്ത അവർക്ക് രണ്ടുപേർക്കും, അവരുടെ ജയചന്ദ്രൻ നായർ നമ്മളോടൊപ്പമില്ല, NRS ഒരുപക്ഷെ മേധാക്ഷയത്തിൻ്റെ പിടിയിൽ ആണെങ്കിലും നമ്മളോടൊപ്പമുണ്ട്. അവരുടെ രണ്ടുപേരുടെയും ഓർമ്മയ്ക്ക്, അവരുടെ രണ്ടുപേരുടെയും സംഭാവനകൾക്ക് മുമ്പിൽ ഞാൻ അങ്ങേയറ്റത്തെ പൂപ്പുകൈ അർപ്പിക്കുകയാണ്. ജയചന്ദ്രൻ നായർ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായും എൻ്റെ ഒരു കുടുംബാംഗം പോലെ തന്നെ അടുപ്പമുണ്ടായിരുന്ന ആളാണ്. കുടുംബത്തിലെ ഒരുപാട് പേരുടെ വളരെ അടുത്ത സുഹൃത്ത് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാരികയിൽ, വാസ്തവത്തിൽ ഞാൻ പത്രപ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ബോംബെയിൽ MP നാരായണപിള്ളയുടെ മാഗസീനിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ചില കുറിപ്പുകളും മറ്റും എഴുതിയിരുന്നത് കലാകൗമുദിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അന്ന് ശശി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശശിയാണ് കലാകൗമുദിയുടെ പ്രധാനപ്പെട്ട ലേഖകൻ ബോംബെയിൽ. പക്ഷേ ചില കുറിപ്പുകളൊക്കെ പ്രസിദ്ധീകരിച്ചു. അത് കഴിഞ്ഞിട്ട് മാതൃഭൂമിയിൽ ചേർന്നതിന് ശേഷവും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ കരുതുന്ന ഒരു ലേഖന പരമ്പര, തുടക്കമാണ്, 20കളുടെ ആദ്യമാണ് പ്രായം, ഒരു ലേഖന പരമ്പര ഏതാണ്ട് 5 ലക്കമായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിച്ചതും വളരെ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. മാത്രമല്ല, തുടർന്ന് നിരന്തരം കൂടുതൽ എഴുതാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ഒക്കെ നിരന്തരം ചെയ്ത ഒരു ജ്യേഷ്ഠ സുഹൃത്തായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലും മറ്റും, നേരത്തെ സിനിമയുടെ കാര്യം പറഞ്ഞു, സിനിമ മറ്റൊരു അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. പിറവി പോലൊരു സിനിമയ്ക്കിടെ സൃഷ്ടാവ് ഷാജി N. കരുണാണ് സംവിധാനം ചെയ്തെങ്കിലും ആ ചിത്രത്തിൻ്റെ സൃഷ്ടാവ് എന്നുള്ള നിലയിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കലാസൃഷ്ടികൾ ചലച്ചിത്രങ്ങളിൽ ഒന്നായി മാറിയ സിനിമയാണത്. അതിൻ്റെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എല്ലാം നമുക്കറിയാം. ശ്രീ ജയചന്ദ്രൻ നായരുടെ സംഭാവനകളെ നമുക്ക് കൂടുതൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ രാഷ്ട്രീയമായി തന്നെ അദ്ദേഹം ഏതാണ്ട് നമ്മുടെ ഈ 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തിൽ തന്നെ ഇന്ന് നാം കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും മറ്റും കാണുന്ന ഒരു തകർച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശ്വാസ്യതയിലുണ്ടാവുന്ന ചില വെല്ലുവിളികൾ, ഇതെല്ലാം വളരെ പ്രവചന സ്വഭാവത്തോടെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തുകയും ഒരുപക്ഷെ അതിര് കടന്ന ഭാഷയിൽ എന്ന് പോലും വിമർശിക്കാവുന്ന രീതിയിൽ അതിനിശിതമായി അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്ത ആളും കൂടിയാണ് ജയചന്ദ്രൻ നായർ. ഇത്രയും കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രവാചക ശക്തി, അല്ലെങ്കിൽ ഒരു സ്വഭാവം വാസ്തവത്തിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമോവാക്കം അർപ്പിക്കുകയാണ്. എൻ്റെ വിഷയം കേരള രാഷ്ട്രീയമാണ്. ഇതുപോലെ ഉദ്ബുദ്ധമായ ഒരു സദസ്സിൻ്റെ മുമ്പിൽ പുതിയതായിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ അടുത്ത കാലത്തെ മാറ്റങ്ങളെക്കുറിച്ചും ഒരുപക്ഷെ അതിൻ്റെ പ്രയോക്താക്കൾ ഇവിടെയുണ്ട്, സുരേഷ് കുറുപ്പിനെ പോലെയുള്ളവരുണ്ട്, സാമൂഹ്യ നിരീക്ഷകർ വളരെ കൃത്യമായ ഇതിനെ
നിരീക്ഷിക്കുകയും പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ, ഇതുപോലെ ശാസ്ത്രീയമായി ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും ഒക്കെ പഠിക്കുന്ന പ്രഭാഷണെ പോലെയുള്ള അക്കാഡമിക്കുകൾ, ഇവരെല്ലാം അടങ്ങിയ ഈ സദസ്സാണിത്. ഈ സദസ്സിന് പുതിയതായിട്ടൊന്നുമില്ല, എന്നാൽ എൻ്റെ വ്യക്തിപരമായ ചില കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനാണ് എനിക്ക് തന്നിരിക്കുന്ന നിയോഗം. കേരള രാഷ്ട്രീയം ഈ പറഞ്ഞ പോലെ 2026 കേരള രാഷ്ട്രീയത്തിന് വിധിനിർണായകമായ വർഷമാണ്. കേരളത്തിൻ്റെ 70-ാം വർഷമാണ്. ഈ 70-ാം വർഷത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, വളരെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാവും എന്നുള്ളതിനെപ്പറ്റി എല്ലാവർക്കും അറിയാം. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ ഫോർമേഷനുകൾക്കും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വളരെ എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള, അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള നിർണായക ശക്തിയുള്ള, നിർണായക സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട ഇതിൻ്റെ ശതാബ്ദി കാലമാണിത്. ഈ കാലത്ത് 2026 ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന അവസാനത്തെ സംസ്ഥാനം നിലനിർത്താനാവുമോ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ജീവൻ മരണ അല്ലെങ്കിൽ അസ്തിത്വപരമായി തന്നെയുള്ള ഒരു ചോദ്യമാണ്, അതിനുള്ള ഒരു വെല്ലുവിളിയാണ്. UDFനും നമുക്കറിയാവുന്നതുപോലെ കേരളം ദേശീയ തലത്തിൽ പല പരാജയങ്ങൾക്കും ഇടയിലും കടന്നു പോകുന്ന UDFനെ സംബന്ധിച്ചിടത്തോളം കേരളം പോലെ താരതമ്യേന ശക്തിയുള്ള ഒരു സംസ്ഥാനത്ത് മൂന്നാമതൊരു പരാജയം എന്ന് പറഞ്ഞാൽ, തുടർച്ചയായ മൂന്നാമതൊരു പരാജയം എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം വലിയ ഒരു അപായം ഉണ്ടാവാനില്ല. അവരുടെ മുന്നണിയുടെ തന്നെ നിലനിൽപ്പിനെ ബാധിച്ചേക്കാവുന്ന തരത്തിലാവും അങ്ങനെ ഒരു ഫലം വരികയാണെങ്കിൽ. താരതമ്യേന NDAയ്ക്കാണ്, ഈ NDAയുടെ സ്റ്റേക്കുകളാണ് താരതമ്യേന ഇതിനകത്ത് കുറവ്. കാരണം നഷ്ടപ്പെടാൻ അധികമില്ലാത്ത തരത്തിൽ ഉള്ള ഒരു സാന്നിധ്യമാണ് NDAയ്ക്ക് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ എന്നുള്ളത് കൊണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മാറ്റി തീർക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിന്, കേരളത്തിലെ രാഷ്ട്രീയത്തിന്, അവരുടെ രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാനാകുമോ, അതോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായപ്പോഴേക്കും ഉണ്ടായ ഒരു തിരുവനന്തപുരം പോലെയുള്ള ഒരു വലിയ നേട്ടമുണ്ടെങ്കിലും വോട്ടിൻ്റെ എണ്ണത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു തിരിച്ചുപോക്ക്, ഒരു തിരിച്ചടി പരിഹരിച്ച് മുന്നോട്ട് പോകാനാവുമോ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആലോചനാ വിഷയം. അതുകൊണ്ടാണ് ഈ 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാകുന്നത്.